ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗോപ്രോ അടിച്ചു പോയിരിക്കുകയാണ്. ഗോപ്രോ 8 ആയിരുന്നു. ഇത് ബാറ്ററി ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. ബാറ്ററി ഉള്ളിൽ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ ബാറ്ററി ബഡ്ജായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഇറങ്ങി വരത്തില്ല. അങ്ങനെ ആകെ പെട്ട് ക്യാമറ സ്റ്റക്കായി, ഓണാവുന്നില്ല, ഓഫാവുന്നില്ല. അങ്ങനെ ഡിസ്പ്ലേ ഇങ്ങനെ ഓണായി ഇങ്ങനെ നിൽക്കുന്നു. അതിപ്പം ഓവർ ലോഡ് ചാർജിങ് ഒരുപാട് നേരം ആയതുകൊണ്ടാണെന്നാണ് ഒരു ഷോപ്പുകാരൻ പറഞ്ഞത്. അത് ക്യാമറ സെയിൽ ചെയ്യുന്നൊരു ഷോപ്പിലാണ്. അപ്പോൾ ഗോപ്രോയുടെ സർവീസിങ് എങ്ങുമില്ല. എന്ന് വെച്ചാൽ ഗോപ്രോയുടെ സർവീസിങ് അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാൻ വീഡിയോ കട്ട് ചെയ്തത് എൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ സൈക്കിൾ വെച്ച് ഫോട്ടോ എടുക്കാനൊക്കെ കുറേ പേര് വന്ന് എന്തോ കണ്ടിട്ടാണെന്ന് അറിയത്തില്ല. വലിയ സംഭവമൊന്നുമല്ല, എന്നാലും ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ക്യാമറയുടെ ബാറ്ററി കുത്തിയിടുന്നവർ സൂക്ഷിക്കുക, പിന്നെ വെയിലത്ത് വെച്ച് യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, ബഡ്ജാവും. ഇങ്ങനെയായി. ഞാനിപ്പം അവസാനം കുറേ സർവീസ് സെൻറ്റർ കുറവാണ്. എന്ന് വെച്ചാൽ ഗോപ്രോയുടെ സർവീസ് സെൻറ്റർ സിംഗപ്പൂരിലേ ഉള്ളൂ, ഇവിടെ എങ്ങും ഇല്ല. അപ്പോൾ ഗോപ്രോ വാങ്ങിക്കുമ്പോഴും സൂക്ഷിക്കുക. സർവീസിങ്ങിൻ്റെ കാര്യം വലിയ പാടാണ്. അപ്പം അങ്ങനെ ആകെ പണിയായി. ബാറ്ററി എന്ന് പറഞ്ഞാൽ രണ്ട് ബാറ്ററി എൻ്റെ ഓൾറെഡി മറ്റേ ബാറ്ററിയും വീർത്തിങ്ങനെ ഇരുന്നായിരുന്നു. ഇപ്പോൾ ഈ ഒരു ബാറ്ററി നല്ലതുള്ളായിരുന്നു. ഈ ബാറ്ററിക്ക് 1800 രൂപ വിലയാണ് ഈ സാധനത്തിന്, ഈ ബാറ്ററിക്ക്. ഇത് ബാറ്ററിയാണേ. അപ്പോൾ ആർക്കും റിസ്ക് എടുക്കാൻ വയ്യ. കാരണം വെച്ചാൽ ഇത് വലിച്ചൂരി എടുക്കുമ്പം തൊട്ടടുത്ത് തന്നെ ഡിസ്പ്ലേ ആണ്. ഇത് ഈ ഡിസ്പ്ലേ ആണ്, ടച്ച് ഉൾപ്പെടെ വരുന്ന ഡിസ്പ്ലേക്ക് തന്നെ 7000-8000 ഒക്കെ വില വരും. അപ്പം ഇതായിരിക്കും റിസ്ക് എടുക്കാൻ വയ്യ, ഊരാനൊന്നും വയ്യ, ആർക്കും വയ്യ. ഒരു ഷോപ്പിലും ആരും റിസ്ക് എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അവസാനം ഞാൻ എന്ത് ചെയ്തെന്നറിയാം? ഞാൻ അവസാനം പെൻറ്റാമേനയിലായിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ പുറത്തിട്ട് ഒരാൾ കച്ചവടം ചെയ്യുന്നതാണ് ഈ ഒരു സാധനം. ഇത് എന്ത് സാധനം എന്ന് എനിക്കറിയത്തില്ല. ഇത് മൊബൈലിൻ്റെ ടൂളൊന്നുമല്ല. ഇത് ലേഡീസിൻ്റെ എന്തെങ്കിലും നെയിൽ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതാണോ? എനിക്ക് കണ്ടപ്പോൾ ഒരു ഐഡിയ തോന്നി. ഞാനിത് വാങ്ങിച്ചു. അത് വാങ്ങിച്ചിട്ട് ഈ ബാറ്ററി ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചു പൊക്കിയെടുത്ത്. അപ്പോൾ ഇതായിരിക്കും റിസ്ക് എടുക്കാൻ വയ്യ. അവസാനം നമ്മൾ തന്നെ ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരും കേട്ടോ. എടപ്പള്ളിയല്ല, പത്തടിപ്പാല, എടപ്പള്ളിയിൽ നിന്ന് മെട്രോയിൽ കയറി ഇത്രയും ദൂരം ഞാൻ വന്നിട്ട് അവസാനം ഇതായിരിക്കും വയ്യ. പിന്നെ അവസാനം ഞാൻ തന്നെ ഇത് ചെയ്തു. കാരണം അവർ പറയുന്നത് റിസ്ക് എടുക്കാൻ വയ്യാണ്. സംഭവം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ബ്രോ, നിങ്ങളിത് എനിക്ക് ഈ സാധനം ഈ ടൂളുണ്ടെങ്കിൽ ഊരാൻ പറ്റും, നിങ്ങളിതിങ്ങനെ വലിച്ചൂരിത്താ. അപ്പോൾ പറഞ്ഞു എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അവസാനം ഈ ബാറ്ററി ഇത് കുളമായി കേട്ടോ. ഇതെല്ലാം ഒരു പരുവമായി. ഇനി ഇത് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെയാണ്. ഇനിയിപ്പോൾ ബാറ്ററി വാങ്ങിക്കണം. ബാറ്ററിക്ക് 1800 രൂപ. 2 ബാറ്ററിയെങ്കിലും മിനിമം വേണം, എന്നാലേ നമുക്കൊരു നല്ല രീതിയിൽ ബ്ലോഗൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ബ്ലോഗ് ചെയ്യുമ്പം പെട്ടെന്ന് ചാർജ് തീരും. അപ്പോൾ 2 ബാറ്ററി വേണം. അപ്പം തൽക്കാലം ഒരു ബാറ്ററിയെങ്കിലും വാങ്ങിക്കാതെ പറ്റത്തില്ല. ഒന്നാമത് ഫോണിൽ സ്റ്റോറേജ് ഫുള്ളാണ്. 64 GB ഞാൻ ഈ കളിക്കുന്നത്. അങ്ങനെ ഞാനിവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇത് മറൈൻ ഡ്രൈവിൽ നല്ലൊരു സ്പോട്ടാണ്. ഫ്രണ്ടിൽ കായൽ, അതിനപ്പുറത്ത് കടലാണ്. വലിയ വലിയ ഷിപ്പുകളൊക്കെ പോകുന്നുണ്ട്. അവിടെയൊക്കെ നല്ല നല്ല സംഭവങ്ങൾ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ചെറിയൊരു എന്തായാലും ഇവിടം വരെ വന്നില്ലേ. ഞാൻ ഓൾറെഡി ഇവിടുത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ സൈക്കിൾ റൈഡ് പോയപ്പോൾ ഇതുവഴിയാണ് കയറിപ്പോയത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ രാത്രിയിലത്തെ ഒരു ലൈറ്റിങ് ആംബിയൻസും ഒക്കെ ജസ്റ്റ് ഇതിനകത്തൊന്ന് ആഡ് ചെയ്തേക്കാം. ഓക്കെ.